നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോയുമായിട്ടൊരു പ്രശ്നവുമില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും അവനെ സ്നേഹിക്കുന്നു. പ്രസ് കോൺഫറൻസിൽ ഇപ്പോൾ രണ്ടാം തവണയാണ് ആഞ്ചലോട്ടിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. റോഡ്രിഗോയുമായിട്ട് ആഞ്ചലോട്ടിക്ക് എന്ത് പ്രശ്നം എന്നുള്ള ചോദ്യം വ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോയിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് വലിയ ചർച്ചയായി മാറിയത്. അതോടൊപ്പം തന്നെ താരത്തിനായിട്ട് ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ പ്ലസ് PSG ഒക്കെ രംഗത്തുണ്ട് എന്ന ട്രാൻസ്ഫർ റൂമറും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് റയൽ മാഡ്രിഡും മയോർക്കയും തമ്മിൽ ലാലിഗയിൽ കളിയുണ്ട്. ആ കളിക്കുള്ള സ്ക്വാഡിലും റോഡ്രിഗോ ഇല്ല. ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് സെഷന് വന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. ഡോക്ടർക്കൊപ്പം പോയി, ഡിസ്കംഫർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും റോഡ്രിഗോയുടെ കാര്യം വീണ്ടും ആഞ്ചലോട്ടിയോട് ചോദിച്ചു. ആഞ്ചലോട്ടി പറഞ്ഞ മറുപടി, റോഡ്രിഗോയുടെ കാര്യത്തിൽ അവനൊരു പനിയുണ്ടായി കഴിഞ്ഞ ആഴ്ച, സോ അവൻ ഫിറ്റല്ല. അപ്പോൾ ഇന്ന് അവന് ട്രെയിനിങ്ങിന് വന്നു, പക്ഷേ കംഫർട്ടബിൾ അല്ല എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഡോക്ടറുടെ കൂടെ പോയി. ഇതാണ് ഇവിടെ എല്ലാവരും റോഡ്രിഗോയെ സ്നേഹിക്കുന്നു. എവറി വൺ ലവ്സ് റോഡ്രിഗോ, എസ്പെഷ്യലി മീ. ഞാൻ അവനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആഞ്ചലോട്ടി പറയുന്നുണ്ട്. പക്ഷേ ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. നിലവിൽ ട്രാൻസ്ഫർ വാർത്തകൾ നൽകുന്ന എക്സ്പേർട്സൊക്കെ പറയുന്നത് റോഡ്രിഗോക്ക് ക്ലബ്ബ് വിടാനുള്ള താല്പര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ഡിലമയിലാണ്. ക്ലബ്ബ് വിടണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഫൈനലൈസ് ചെയ്തെടുത്തിട്ടില്ല. പക്ഷേ താരത്തിന് താല്പര്യമുണ്ട്. സാബി അലോൺസോ വന്ന് സാബി അലോൺസോയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമാണ് അദ്ദേഹം തൻ്റെ ഭാവി തീരുമാനിക്കുകയുള്ളൂ. നിലവിൽ വിനി ജൂനിയറും അതുപോലെ കിലിയൻ എംബാപ്പയും ബെല്ലിംഗാമും ഒക്കെ ഉള്ളിടത്ത് തനിക്ക് വലിയ പ്രാധാന്യമില്ല എന്നവൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. സ്പാനിഷ് മാധ്യമങ്ങൾക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് നേരത്തെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും സിറ്റിക്ക് റോഡ്രിഗോയെ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് ആ താല്പര്യമുണ്ട്. അവരതിനു വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ട് വരുന്നത്. ഒപ്പം തന്നെ ആഴ്സണലും PSG ഒക്കെ താരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. എന്ത് സംഭവിക്കുന്നു കണ്ടറിയണം. സാബി അലോൺസോ വന്നിട്ട് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പോട് കൂടിയൊക്കെയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.